വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നും കൊല്ലം പോർട്ട് ഹാർബറിൽ തന്നെയാണ്. നമ്മളിന്ന് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹാർബറിനകത്തുള്ള വീഡിയോസാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വള്ളങ്ങൾ വരുന്നതും അതിൽ നിന്ന് വലയ്ക്കകത്തുനിന്ന് മീനെടുക്കുന്നതും അങ്ങനെയുള്ള വിഷ്വൽസാണ് നമ്മൾ മാക്സിമം എപ്പിസോഡ് 1 നമ്മൾ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് 1 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ട്, അതിനകത്ത് കാണാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതുവഴിയും കാണാവുന്നതാണ്. ഈ കൊട്ടയിലിരിക്കുന്നതെല്ലാം വള്ളക്കാർ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ വെയിറ്റ് മെഷീൻ്റെ മുമ്പിൽ ഇവർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് നോക്കി അതിനൊരു വിലയിട്ട് ലേലം വിളിച്ച് വിറ്റ് തീർക്കാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലേലം വിളിക്കാനുള്ള ആളുകളും കൂടെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഇവർ ലേലം വിളിച്ചവർ വന്നിട്ട് മീൻ പെട്ടിയിലോട്ടാക്കി ഐസും ഇട്ട് മിക്സ് ചെയ്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതിൻ്റെ തിരക്കാണ്. ഇതെല്ലാം ഓൾറെഡി അവർ ഒരു സൈഡിൽ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അവർ 2-3 വണ്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിനനുസരിച്ച് അവർ മീൻ ലേലം വിളിച്ചെടുത്തുകൊണ്ട് പോകും. കൂടുതലും എക്സ്പോർട്ടിങ്ങും അതുമല്ലാതെ കേരളത്തിലും തമിഴ്നാട്ടിലും തന്നെ പലയിടത്തായിട്ട് അവർ കയറ്റി അയക്കുന്ന കുറേ ബിസിനസ്സുകാരാണ് മീനിൻ്റെ തന്നെ. ഈ കൊട്ടയിലിരിക്കുന്ന മീനൊക്കെ ഐസ് ഇടാത്തതാണ്. ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് നമ്മൾ നല്ല മസാലയൊക്കെ പുരട്ടി നല്ല വറുത്തടിച്ച് നല്ല ടേസ്റ്റാണ്. സൂപ്പർ മീനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിടാത്ത ഫ്രഷ് മീനാണ്. നമുക്ക് നോർമലി ഐസിട്ട മീനിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഫ്രഷ് മീൻ കഴിക്കുമ്പം. അത് കഴിച്ചവർക്കേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീനുകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ മീൻ മേടിക്കാൻ വന്നവർ എന്ത് മീനിൻ്റെ ഉണ്ടെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഹാർബറിനകത്ത് ഇത്രയും തിങ്ങി നിൽക്കുന്നത് മീൻ മേടിക്കാൻ വന്നവരും വിൽക്കാൻ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ചേർന്നാണ്. മീൻ നന്നായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകളും അതിനനുസരിച്ചുണ്ടായിരുന്നു. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിറച്ച് ബോട്ട് വന്ന് കിടക്കുകയാണ്. ഇപ്പോഴും ഓരോ ബോട്ടിലും വലയ്ക്കകത്ത് മീനാണ്. ആരും ഇതുവരെ വലയ്ക്കകത്തുനിന്ന് മീൻ വിറ്റ് തീർന്നിട്ടില്ല. വളരെ കുറച്ച് പേര് മാത്രമേ വലയ്ക്കകത്തുനിന്ന് വിറ്റ് തീർന്ന് കാശുമായിട്ട് അവർ വള്ളവും കയറ്റി വെച്ചിട്ട് പോയിട്ടുള്ളൂ. ഇപ്പോഴും ഒത്തിരി വള്ളം കടലിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോ കരയിൽ നിന്ന് ഓരോ വള്ളവും വിറ്റ് തീർന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ലേറ്റ് ആകുന്നതിനനുസരിച്ച് വില കുറയുന്നുള്ളൊരു ടെൻഷനും കൂടിയുണ്ട്. അവർക്ക് ഇനി കരയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് പോലും കിട്ടുന്നില്ല. ചെറിയൊരു സ്പേസ് കിട്ടിയാൽ തന്നെ അപ്പം തന്നെ അവർ ഏതെങ്കിലും ഒരു വള്ളം അപ്പോഴേ കയറ്റും. നിറച്ച് വള്ളം അവിടെ വെയിറ്റ് ചെയ്ത് കരയിൽ തന്നെ വെള്ളത്തിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ലൈനായിട്ട് കൊട്ടയും ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ലേലം വിളിച്ച് തീർക്കാനാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഓരോ വള്ളക്കാരുടെയും മീൻ കൊട്ടയിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽപ്പുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാരണം വിറ്റ് തീർന്ന മീൻ മൊത്തവും കൂട്ടി അവർ ഇട്ടിരിക്കുകയാണ് ഐസിട്ട്. എല്ലാം കൊട്ടയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. കൊട്ടയിലോട്ട് മാറ്റുന്നതിനനുസരിച്ച് അവർ പെട്ടെന്ന് വണ്ടി കയറ്റുന്നു, അടുത്ത വണ്ടി വരുന്നു, വീണ്ടും കയറ്റുന്നു. അങ്ങനെ ഈവൻ ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് റോട്ടിൽ വരെ അവർ കൂട്ടിയിട്ട് ഐസ് ആക്കി വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട്. അവർക്ക് എവിടെല്ലാം സ്പേസ് കിട്ടുന്നോ അതെല്ലാം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു.
ഇതെല്ലാം തന്നെ ലേലം വിളിച്ച് ഓൾറെഡി എടുത്ത മീനാണ്. അവർ ഐസിട്ട് ബോക്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിറച്ച് കാലി ബോക്സ് ഇരിപ്പുണ്ട്. അതെല്ലാം ഫില്ലാക്കി പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിൽ കയറ്റി ഉടനെ തന്നെ കയറ്റി അയക്കും. ഇത്രയും ബോക്സ് അവിടെ ഐസിട്ട് ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ലോഡിങ് എരിഞ്ഞ് വണ്ടിയിലോട്ട് കയറ്റേണ്ട താമസം അപ്പോഴേ അവിടെ നിന്ന് വണ്ടി കയറി പോകുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് കുറച്ച് മേളിലോട്ട് കയറി നിന്നൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കും വിഷ്വൽസ് നിങ്ങൾക്ക് ചൊവ്വയും കാണാം. നിറച്ച് വള്ളങ്ങൾ ഇപ്പോഴും കടലിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും വീണ്ടും വള്ളമൊക്കെ വരുന്നുണ്ട്. കുറേ വള്ളങ്ങൾ വെളിയിൽ തന്നെ ഒരു സ്പേസ് കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ആ വെളിയിൽ കിടക്കുന്ന ഇത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിറച്ച് പരുന്തുകൾ പറന്ന് നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു മീൻ ഈ വള്ളക്കാർ കൊട്ടയിലെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും താഴെ വീണ അപ്പോഴേ അത് റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ഇതാണ്. ഫിഷ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് ഇവിടെ. എപ്പോഴും നിറച്ച് കാക്കയും പരുന്തും ഇവിടെ കാണാം. കൊല്ലം ഹാർബറിനോട് അടുത്ത് തന്നെയാണ് കൊല്ലം ഷിപ്പ് യാർഡ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ കാണാം 2 കപ്പലുകൾ അവിടെ ഹാർബറിനടുത്ത് തന്നെ കിടക്കുന്നത്. നേരത്തെ കാണിച്ച വീഡിയോസിലും എല്ലാത്തിലും നമ്മുടെ കൊല്ലം ഷിപ്പ് യാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.